മുഖത്ത് നോക്കി വിമർശിക്കാമെങ്കിൽ കേരളത്തിലെ പിണറായി വിജയന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കഴിഞ്ഞ 10 വർഷത്തിൽ പാർട്ടിയിൽ നടന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു കാര്യവും പിണറായി വിജയന്റെ താല്പര്യവുമായി ബന്ധപ്പെട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു താല്പര്യവും പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ടില്ല. ഈ വിവാദങ്ങളെല്ലാം പിണറായി വിജയന്റെ മൂന്നാം ഊഴം തടയുന്നതിനുള്ള ശ്രമമാണെന്ന് തോന്നുന്നുണ്ടോ? പിണറായി വിജയന്റെ മൂന്നാം ഊഴാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, നേരത്തെ പറഞ്ഞു നിങ്ങളങ്ങനെ പറയാൻ പാടില്ല. ആ വിമർശനം ഞാൻ ഉൾക്കൊണ്ടു. നിങ്ങൾ നേരത്തെ പറഞ്ഞ വിമർശനം ഞാൻ ഉൾക്കൊണ്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ടേമിലേക്കുള്ള യാത്ര ഒഴിച്ചുവെക്കാനാവാത്ത ഒരു അജണ്ടയായി കേരളം കൈകാര്യം ചെയ്യുന്നു. അതാണ് ഒഴിച്ചുവെക്കാനാവാത്ത ഒരു അജണ്ടയായി കേരളം കൈകാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഒഴിവാക്കപ്പെടുക എന്നതിനെ പറ്റിയാണ് കൃത്യമായിട്ട് ബൂർഷ്വാ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്ന ബൂർഷ്വാ പാർട്ടികളും അജണ്ട വെച്ച് ഒരു വികസനവും നടത്താൻ കേരളത്തിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. ഇവിടെ 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 പറ, കുറേ ഒന്നും പറഞ്ഞില്ല ഇതുവരെ. ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് ഉണ്ട്, ഒരു ഡിപ്ലോമാറ്റിക് ബാഗേജ് കേസ് ഉണ്ട്, ഇത് മൂന്നാമത്തെ. പക്ഷെ നിങ്ങൾ CMO ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ലേ? CMOയിലെ മെമ്പേഴ്സിന്റെ ഉണ്ട്. അതിൻ്റെ മറുപടി എന്തറിയോ? ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര ഗവൺമെൻറ് എടുക്കേണ്ട കേസാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് കേസെടുക്കാൻ ഒരു തെളിവുമില്ല, കേസുമില്ല. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്, ഒരു കേസും പിണറായി വിജയന് മേലെയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് പിണറായി വിജയൻ CMOയിൽ ഇരിക്കുമ്പോൾ ഗോൾഡ് സ്മഗ്ലിംഗ്, സ്വർണ്ണക്കടത്ത് എന്നുള്ള ആരോപണം തുടർച്ചയായി ആദ്യം അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ വരുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വരുന്നു, അതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് മറ്റൊരു നമുക്ക് പരിശോധിക്കാം. അതിനുത്തരം കാണാം. പി ശശിക്കെതിരെ അന്വേഷണം നടന്നു വരുന്നു. പക്ഷേ ആഭ്യന്തരമന്ത്രി തന്നെ അദ്ദേഹത്തിന് ക്ലെയിം ചിറ്റ് കൊടുത്തു കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ കാര്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹം കുറ്റവാളിയാണെന്നല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അദ്ദേഹം കുറ്റവാളിയാണെന്ന് പറയുന്ന ഒരു കാര്യവും ഞങ്ങളുടെ മുമ്പിൽ തെളിവായിട്ട് വന്നിട്ടില്ല. നമ്മൾ പരിശോധിക്കാം, എല്ലാം പരിശോധിക്കും. പക്ഷേ ഈ സർക്കാരിന്റെ ഭാഗമായ ADGP RSS നേതാക്കളെ കണ്ട നടപടി ശരിയാണ്? RSS നേതാക്കളെ കണ്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് തീരുമാനിച്ചത്. അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് വരട്ടെ എന്തിനാണ് കണ്ടത് എന്നുള്ളത് ഉൾപ്പെടെ. എന്തിനാണ് കണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു ഭാഗിക ഉത്തരം പറഞ്ഞാൽ അത് ഭാഗിക സത്യമായിരിക്കും. ഒരു പൂർണ്ണ സത്യമായിക്കോട്ടെ, ഒരു പൂർണ്ണ സത്യാകുന്നതല്ലേ. അതിപ്പോ റിപ്പോർട്ട് വരട്ടെ, നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ധൃതിപ്പിടിക്കുന്നത് എന്തിനാ? പാർട്ടിക്ക് ഇവരെ ആരെയും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ശരി, കുറേ ചോദിച്ചു. പിണറായി വിജയന്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള നിലപാടിനോട് പാർട്ടി വിയോജിക്കുന്നതായിട്ടാണ് മാഷ് വ്യക്തമാക്കിയത്. അതിന് സംശയം എന്താ? അല്ലാന്ന് ഉറപ്പല്ലേ? അടുത്ത തെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരിക്കുമോ പാർട്ടി? മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ചോദ്യം ചോദിക്കുകയും മൂർത്തമായ ഉത്തരം പറയുകയും ചെയ്യണം. അമൂർത്തമായ രീതിയിൽ ചോദിച്ചാൽ അമൂർത്തമായ ഉത്തരം പറഞ്ഞാൽ അമൂർത്തമായി തെറ്റായിരിക്കും. പാർട്ടിയിൽ നിന്നുള്ള ഒരു നേതാക്കളോ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല, പ്രവർത്തിക്കുന്നില്ല. ഒരാളും പ്രവർത്തിക്കുന്നില്ല. മുഖ്യമന്ത്രി ജ്വലിക്കുന്ന സൂര്യനാണെന്ന് പറഞ്ഞത് മാഷാണ്. അൻവർ പറയുന്നത് സൂര്യൻ കെട്ടുപോയത്. അല്ല, അദ്ദേഹം പറഞ്ഞതിന്റെ ഭാഗമായിട്ട് പറഞ്ഞത്. ഇപ്പോഴും ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, ജാർഖണ്ഡിൽ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു, ഇപ്പൊ സിദ്ധാരാമയ്ക്കെതിരെ നീങ്ങുന്നു. പക്ഷെ പിണറായി വിജയനെതിരെ മാത്രം നീങ്ങുന്നില്ല എന്ന് മാത്രമല്ല. അതല്ലേ ഞാൻ മലയാളത്തിലല്ലേ നിങ്ങൾ ഇത്രയും പറഞ്ഞത്? നിങ്ങൾ ചോദിക്കുന്നില്ലേ? ഏതെങ്കിലും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സാമാന്യ മര്യാദ ഒരു ചോദ്യം ചോദിച്ചാൽ എന്താ വേണ്ടേ? ഒരാളെ അറസ്റ്റ് ചെയ്യണം, എന്താ വേണ്ടത്? എവിഡൻസ് ഒന്നും വേണ്ട അറസ്റ്റ് ചെയ്യാൻ. അത്രയൊന്നും നിങ്ങൾക്ക് അറിയാതെ ആളല്ലോ നിങ്ങൾ. FIR എഴുതണം. പിണറായി വിജയനെതിരായിട്ട് ഒരൊറ്റ FIR ഇല്ല. പിന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യുക? അപ്പോൾ പ്രചരണമാണ്, കള്ളപ്രചരണമാണ്. പ്രചരണം നടത്തുക എന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. ആ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് രാഹുലും എന്ത് കേസാ രാഹുലും കേസ്? ഞാനത് പറയാണ്ട് വിടാൻ വേണ്ടി രാഹുൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കേസും ഇപ്പം നിലവിലില്ല. ഇല്ല. എന്താ കേസാ? നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമല്ലോ, പറയാം. നിങ്ങൾ ഡൽഹിയിലല്ലേ? ഏത് കേസാ? ഏതാ കേസ്? പറ. എന്ത് കേസ്? എന്ത് അപ്പീല്? ഇത് വായിക്കും മനസ്സിലാകാതെ നിങ്ങൾ. അതായത് ഉള്ളിയിൽ ഒരു വിളിച്ചോളിയാ, ഉള്ളിയില്ലേ അതിങ്ങനെ പൊളിച്ച് അങ്ങനെ നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആ ഉള്ളിന്റെ ഇത് തന്നെയായിരിക്കും. ഇത് ഞാൻ പറയാം. ഞാൻ പറയാം.
എന്താ FIR ഇല്ല അതിന്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്നു. അതായത് കേസെടുത്തു, തെറ്റായ രീതിയിലാണ് കേസ് വന്നത്, ലാവലിംഗ് കേസ് യാതൊരു കേസും ഇല്ല എന്നുള്ള സത്യമാണ്, വസ്തുതാപരമായിട്ട് തെറ്റുമാണ്. പക്ഷേ CBI കേസെടുത്തു, രാഷ്ട്രീയമാണ്. ആ കേസ് അന്വേഷിച്ച് എല്ലാ കാര്യവും കഴിഞ്ഞ് കൃത്യമായിട്ട് ചാർജ് ഷീറ്റ് കൊടുത്തു. ആ ചാർജ് ഷീറ്റ് ഒരു വിചാരണ പോലും നടത്താതെ ഹൈക്കോടതി തള്ളി. ആ കേസ് വിചാരണ പോലും വേണ്ടതില്ല എന്ന് പറയട്ടെ, അത്രയും ഒരു എവിഡൻസും കൃത്യമായിട്ടില്ല. ആ കേസ് തള്ളി. ആ തള്ളിയതിൻ്റെ മേലെ അത് തള്ളിപ്പോയത് ശരിയല്ല, ഇത് കേസ് വേണം എന്ന് പറഞ്ഞിട്ടാണ് CBI ഇവിടെ വരുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ഒരുപാട് കൊല്ലമായി നിങ്ങൾ എഴുതാൻ തുടങ്ങിയിട്ട്, ഈ പറഞ്ഞ കൊല്ലം മനസ്സിലായില്ലേ? എന്നിട്ട് ഇതേവരെ ആ കേസ് എടുത്തില്ല. എടുക്കാതെ എന്തുകൊണ്ടാ? ഇല്ലാതിച്ച് എന്തെങ്കിലും വേണ്ടേ പുതിയ എന്തെങ്കിലും വേണ്ടേ? എന്നാലേ എടുക്കാനില്ല, അതുകൊണ്ട് എടുത്തില്ല. ശരി, അപ്പോൾ മതിയായി, എനിക്ക് പാർട്ടി ഉണ്ട്. ശരി, എല്ലാവർക്കും നന്ദി.